ആക്രമണകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാമെന്ന സുപ്രീം കോടതി വിധി ആശ്വാസം നൽകുന്നതാണെന്ന് തെരുവ് നായ കടിച്ച് കൊന്ന കാർത്തിയാനിയുടെ മകൻ മണിയൻ പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് 12-ാം തീയതിയാണ് വെള്ളറക്കാട് കൊല്ലൻപടി സ്വദേശിയായ കിഴക്കേപ്പുരയ്ക്കൽ കാർത്തിയാനിയെ തെരുവുനായ കടിച്ചു കൊന്നത്. കിടപ്പുരോഗിയായ കാർത്തിയായനിയെ പേവിഷബാധയുണ്ടായിരുന്ന തെരുവുനായ വീടിനകത്തു കയറി ക്രൂരമായി കടിച്ചുകൊല്ലുകയായിരുന്നു. കിടപ്പുരോഗിയും മാനസികാസ്വാസ്ഥ്യമുള്ള ഇവരുടെ മകൻ ദേവദാസും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ദേവദാസിനെയും നായ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ആക്രമണത്തെ തുടർന്ന് 2 ആഴ്ചയോളം പരിസര പ്രദേശത്തുള്ളവർ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്നുവെന്നും ഇന്നും തെരുവുനായ്ക്കളുടെ ശല്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും മണിയൻ പറഞ്ഞു. വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങുകയായിരുന്നു അമ്മേനെ ഈ പറഞ്ഞ പോലെ തെരുവുനായ അടിച്ചിട്ടാണ് അമ്മ മരണപ്പെട്ടുള്ളത്. ചേട്ടന് അതുപോലെ തന്നെ ഗുരുതരാവസ്ഥയിൽ കുറച്ച് തരണം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ചികിത്സയിലാണ്. അതിന് ശേഷം തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തെരുവുനായകൾ കടിച്ചിട്ട് അപകടം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സുപ്രീം കോടതി വിധി നമ്മളത് നല്ലൊരു കാര്യമായിട്ട് അംഗീകരിക്കുകയാണ്. ആ വിധിയെ നമ്മൾ എന്തായാലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നിര്യാണത്തിന് ശേഷം തന്നെ 2 ആഴ്ച 3 ആഴ്ച കാലത്തോളം ആളുകളൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല. അത്രയും വളരെ ഒരു ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കൊല്ലൻപടിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിലും ഇടവഴികളിലും വൻതോതിൽ കോഴിയറവ് അവശിഷ്ടങ്ങൾ തട്ടുന്നത് പതിവാണെന്നും ഇത് ഭക്ഷിക്കാനെത്തുന്ന നായ്ക്കളാണ് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നതെന്നും മണിയൻ പറഞ്ഞു. അതേസമയം നായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാർത്തിയായനിയുടെ കുടുംബത്തിനും കടിയേറ്റ ദേവദാസിനും സർക്കാരിൽ നിന്നും പ്രഖ്യാപിച്ച ധനസഹായങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും മണിയൻ വ്യക്തമാക്കി. നമ്മൾ ഇതുവരെ ധനസഹായ കാര്യങ്ങളൊന്നും എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇലക്ഷൻ അതിൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ വരുന്ന ജില്ലാ കളക്ടർക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇതേമാതിരി തന്നെ ഒരു ധനസഹായ കാര്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. ഇപ്പോൾ അതുമാതിരി മാത്രമല്ല, എനിക്ക് ആണെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഏട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തു പോരുന്നതൊക്കെ. എന്തായാലും നമ്മൾ ഈ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ആ വിധിയെ നമ്മൾ എന്തായാലും അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മരണാനന്തര ക്രിയകൾക്കായി പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 10,000 രൂപ മാത്രമാണ് സഹായമായി ലഭിച്ചതെന്നും മണിയൻ പറഞ്ഞു.